കാലിലൊരു ടാറ്റു കണ്ടു. അതെന്താണ്? അത് ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരിതാണ്. അതായത് എനിക്ക് വേറെ ടാറ്റൂസ് ഇപ്പൊ ഒരു ചിത്രം നോക്കി അത് ടാറ്റു ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ അതിൽ എന്റെ ഓൾറെഡി എന്റെ ഫോട്ടോ തന്നെയാണ് അതിലുള്ളത്. ഞാൻ ആ ഒരു ഭൂമിയുടെ ഇതുണ്ട്, ഗ്ലോബ് ഉണ്ട്, ചുറ്റും യാത്ര ചെയ്യുന്നു, അതിൽ ഫ്ലൈറ്റ് ഉണ്ട്, ബാക്ക് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു, ഹിച്ച് ഹാക്കിങ്. അപ്പോൾ ബാക്ക് പാക്ക് ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ഉണ്ട്, പിന്നെ ലോകത്തിന്റെ ആ നാച്ചറും പിന്നെ സ്റ്റാർസും മൂണും എല്ലാം ആയിട്ടുള്ള ആ ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഒരു ടാറ്റു ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാൻ വേൾഡ് മാപ്പ് കംപ്ലീറ്റ്ലി എന്റെ പുറകിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്. പക്ഷെ ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ ഇത് തന്നെ ചെയ്തപ്പോ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അത് വലിയ ആഗ്രഹം. അപ്പൊ എന്നോട് പറഞ്ഞു അത് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങള് സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്യാൻ ഓരോട്ടം ചെയ്യാം അങ്ങനെ. പക്ഷെ വലിയ ആഗ്രഹമാണ്. ഇവളെ പോലെ വെറുപ്പിക്കൽ സാധനം ലോകത്ത് എവിടെയും കാണത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പം മറ്റേ അമേരിക്കയിലൊക്കെ പോയി ഇഷ്യൂ ഉണ്ടാക്കിയ സംഭവം കാറിനകത്ത് തന്നെ വേറൊരാൾ വന്നിരുന്ന് മാസ്ട്രേഷൻ ചെയ്യുന്ന സംഭവം അങ്ങനെ ചെയ്തു, എക്സ്പീരിയൻസ് അതൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ കോളിളക്കളങ്ങളാണ്. പിന്നെ ബാക്കി നിങ്ങൾക്കറിയാം, മറ്റേ ട്രാവലിംഗ് എന്നുള്ള പോരിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പുറത്തൊക്കെ പോയിട്ട് അടിവസ്ത്രം മാത്രമായിട്ടുള്ള എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെയാണ് നടത്തി കൂട്ടുന്നത്. പിന്നെ നമ്മളൊന്നും പറയരുത്, ഇവരൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഫ്രീ ബേഡാണ്, ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ പണ്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അന്ന് ഞാൻ ഇത് എഴുതിത്തില്ല കേസാണ്. ബിക്കോസ് കുറേ ആൾക്കാർ പറഞ്ഞ് ഈ പെണ്ണാരെ കിർക്ക് കേസാണ്, ഫ്രോഡുമാണെന്ന് പറഞ്ഞു. ഫ്രോഡ് അല്ലായിരിക്കും, പുള്ളിക്കാരുടെ ഇഷ്ടമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇപ്പോൾ വെറുത്തിരിക്കുകയാണ്. ഒരു 100 എടുക്കുക, 100% ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഒരു 10-20% ആൾക്കാർ ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളൂ. ബാക്കി 80% ആൾക്കാർ അമേരിക്കയിൽ ആ സംഭവത്തിന് ശേഷം വെറുത്ത് പോയി. ഒരാളും ഇവിടെ താമസിപ്പിക്കരുത്, എവിടെയെങ്കിലും ടൂറോ എന്ത് തേങ്ങയുള്ള എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരാളുകൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്ന കഴിക്കുക തന്നെ കൊത്തു എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ള രീതിയിലാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, എന്ത് വേണമെങ്കിലും കാണിച്ചു വിട്ടായിരുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, അത് എൻ്റെ അഭിപ്രായമല്ല, ഇത് ഒരുപാട് ആൾക്കാരുടെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ബിക്കോസ് പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡും പല കാര്യങ്ങളും ഒന്നും നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എത്രയോ ട്രാവൽ ബ്ലോഗേഴ്സ് ഇവിടെ ഉണ്ട്, ഇവിടെക്കാട്ടിലും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. ആ ചൈത്രൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നോക്കണം, എന്താ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു ഇതാണ്. ആ ചൈത്രൻ്റെ വീഡിയോ നിങ്ങളുണ്ട്, സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പയ്യനുണ്ടല്ലോ. അങ്ങനെ കുറേ ബോയ്സും ഉണ്ട്, കുറേ ഗേൾസും ഉണ്ട്. അവർക്ക് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമ്മളത് കണ്ടിരുന്നു പോവുകയും ചെയ്യും, അത് എക്സ്പ്ലോർ ചെയ്യുന്ന നല്ല രീതിയിൽ. ഇവളെ കുറച്ച് ഭയങ്കര വെറുപ്പിക്കലാണ് ഈ സാധനം. എനിവേ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഇവരൊന്നും നന്നാവില്ല, ഇതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാക്കി നിങ്ങൾ പറയുക. എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർ കമൻസ് ചെയ്യുക, യോജിക്കാത്തവരുണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ പുതിയ പേജിൽ കൊണ്ടൊന്ന് ഫോളോ ചെയ്ത് ഷെയർ ആക്കുക. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് പുതിയ വീഡിയോ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിത്തുള്ളൂ. മറ്റേ എൻ്റെ വേറൊരു പേജ് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് കിടക്കുവാണ്, അതൊന്ന് റെഡി ആവുന്നവരെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ പേജും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. What are you doing? What? Yes. Absolutely. Why? ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെയാണ് ഞാനുള്ളത്. ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ, പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പോലും